ഓം നമോ ഭഗവതേ വാസുദേവായ. 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 കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, ഏവർക്കും സാദര നമസ്കാരം. നാളെ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ്. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മുപ്പട്ട് ബുധനാഴ്ചയാണ്. കുചേല ദിനമായിട്ട് ലോകമെമ്പാടും ഭക്തജന സമൂഹം ആചരിക്കുന്നത്. കുചേല ദിനം എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. സുദാമ സുദിനമായിട്ട് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് ഈ ദിനം അനുസ്മരിക്കുന്നു. ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ദിനം കൂടിയായിട്ട് ഈ സുദാമ ദിനത്തെ, കുചേല ദിനത്തെ വിശേഷിപ്പിക്കുന്നു ഭക്തജനസമൂഹം. കേരളത്തിൽ ഗുരുവായൂരപ്പന്റെ സന്നിധിയുമായി ബന്ധപ്പെട്ട് കുചേല ദിനത്തിന് ക്ഷേത്രങ്ങളിലും ഭക്തജന സമൂഹങ്ങളിലും വലിയൊരു പ്രാധാന്യമുണ്ട്. കല്ലും നെല്ലും നിറഞ്ഞ 4 പിടി അവിലുമായി
സുദാമാവ് കുചേല ബ്രാഹ്മണൻ തൻ്റെ ഭവനത്തിൽ നിന്നും ദ്വാരകാധീശനായ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് പുറപ്പെടുകയും അവിടെ എത്തിച്ചേരുകയും ചെയ്ത വിശേഷപ്പെട്ട സുദിനമാണ് കുചേല ദിനമായിട്ട് ശ്രദ്ധയോടുകൂടി ഏവരും ആചരിക്കുന്നത്. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് ഈ കുചേല ദിനം. മറക്കാതിരിക്കട്ടെ. നാളെ അത് സമാഗമമാകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലുണ്ടാവേണ്ടത് ശ്രീമദ് ഭാഗവതത്തിൽ 80, അതായത് ദശമസ്കന്ധത്തിലെ 80-81 അധ്യായങ്ങൾ കൊണ്ട് 80-81 അധ്യായങ്ങൾ കൊണ്ട് വിവരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യചരിത്രം, സുദാമാവിന്റെ ദിവ്യചരിത്രം, അത് നമ്മളൊന്ന് അനുസ്മരിക്കും. കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളിലും മന്ദിരങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും ഒരു കാലഘട്ടത്തിൽ ഈ ധനുമാസം മണ്ഡലകാലത്താണിത് വരിക. അങ്ങനെയുള്ള ഈ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച, 30 ബുധനാഴ്ചയാണ്. ശ്രീകൃഷ്ണനെ കൊണ്ട് ചിന്തിക്കുന്ന ആഴ്ചയാണ് ബുധൻ. അങ്ങനെ എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായിട്ടുള്ള ബുധനാഴ്ച നമ്മൾ കുചേല ദിനം ഒന്ന് അനുസ്മരിക്കുക. ഐശ്വര്യത്തിന് വേണ്ടി അവിൽ നിവേദ്യം, അവിൽ പൊതി, 4 പിടി അവിൽ നല്ലൊരു തുണിയിൽ കെട്ടിയിട്ട് ഭഗവാന് സമർപ്പിക്കുക. സങ്കല്പം കൊണ്ട് അത് ദ്വാരകാധീശന്റെ കയ്യിലേക്ക് എത്തട്ടെ. സുദാമാവിന്റെ കയ്യിൽ നിന്നും അവിൽക്കിഴി തട്ടിയെടുത്ത് ദേവന്മാർക്ക് പോലും കിട്ടാത്ത സമ്പത്ത് നൽകി അനുഗ്രഹിച്ച ആ ഭഗവാന്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാനുള്ള, ഐശ്വര്യത്തിന് പ്രാർത്ഥിക്കാനുള്ള ഒരു സുദിനം കൂടിയാണ് ഈ കുചേല ദിനം. ഭാഗവതം ദശമസ്കന്ധത്തിലെ 80-81 അധ്യായങ്ങൾ കൊണ്ട് വിവരിക്കുന്ന സുദാമാചരിതം വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ ശ്രീമദ് നാരായണീയത്തിലെ 87-ാമത്തെ ദശകത്തിൽ കുചേല വൃത്തം എന്ന പേരിൽ നെൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച് 10 ശ്ലോക പുഷ്പങ്ങൾ കൊണ്ട് സമർപ്പിച്ച നാരായണീയവും വായിക്കാം. ഈ കഥാഭാഗം സാധിക്കുന്നവർക്കൊന്ന് അനുസ്മരിക്കുന്നതും ശ്രേഷ്ഠമാണ്. നാളത്തെ സുദിനത്തിൽ ഭക്തിയോടുകൂടി ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്നതാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. നമ്മുടെ കേമത്വമോ നമ്മുടെ മേൽക്കോയ്മയോ അല്ല ഭഗവാനിഷ്ടം. ഭക്തന്മാര് ഹൃദയംഗമമായിട്ട് സമർപ്പിക്കുന്നത് എന്തും ഭഗവാൻ സ്വീകരിക്കുന്നു. ആ ഭാവഗ്രാഹി ജനാർദ്ദന, ഭാവമാണ്, ഭക്തന്റെ ഭാവമാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെ ഒരു ഭക്തിയുടെ കഥ വേറെ ഇല്ല ഭാഗവതത്തിൽ. കാരണം നിസ്പൃഹനും നിർമ്മമനും നിരഹങ്കാരനുമായി ഭഗവാനിലെ സമീപത്തെത്തിയിട്ടും ഒന്നും ആഗ്രഹിക്കാതെ ഇനി ഏതേത് ജന്മങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ഭക്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന സമയത്ത് വീണ്ടും ഒരു ദ്വാരക തന്നെ ഭഗവാൻ എത്തിച്ചു കൊടുത്തു. പക്ഷെ അതിലൊന്നും സംതൃപ്തിയില്ലാതെ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ച് ഇനി എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തില് സത്സംഗത്തിനുള്ള ഭാഗ്യം ഉണ്ടാവണേ, ഏതേത് ജന്മങ്ങളിലും അവിടുത്തെ സൗഹൃദം, സഖ്യം, മൈത്രി ഇത് മാത്രമേ വേണ്ടൂ എന്ന് പ്രാർത്ഥിച്ച ആ സുദാമാവിനെയും ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെയും നമുക്ക് അനുസ്മരിക്കാം. നാളത്തെ ദിവസം മറക്കാതിരിക്കാൻ, ഒരിക്കൽ കൂടി ഓർമ്മിക്കാൻ, ഈ സുദാമ ചരിതം വായിക്കാൻ, 4 നാമം ജപിച്ച് സമർപ്പിക്കാനൊക്കെ നമുക്ക് ഈ കുചേല ദിനം ഓർമ്മയായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
തസ്യൈവ മേ സൗഹൃദസഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതത്തൽ പുരുഷപ്രസംഗ.